ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ വലിയ ആഗ്രഹമായിരുന്നു ഒരു പെൺകുട്ടി വേണം, ഒപ്പം തന്നെ ഒരു കുട്ടി കുറുമ്പി വേണമെന്ന്. അങ്ങനെ ദൈവം നോക്കുമ്പോൾ സിമ്പിളല്ലേ, ആയിക്കോട്ടെ സാധിച്ചു കൊടുത്തേക്കാം. അങ്ങനെ രണ്ടും കിട്ടി ബോധിച്ചു. കുറുമ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചിലപ്പോൾ തോന്നും ഒരു ഇത്തിരി കൂടിപ്പോയോ എന്ന്, ചിലപ്പോൾ തോന്നും ഇത്രയും വലിയ പാവം ഈ പഞ്ചായത്തിൽ വേറെ ഇല്ലാന്ന്. എന്തായാലും കുട്ടിക്കുറുമ്പിന് ഇപ്പം ഏകദേശം 11 മാസമായി. ഒരു 7-8 മാസം ഉള്ളപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു ആൾ ഭയങ്കരമായിട്ട് ഓരോന്നൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാനും അനുകരിക്കാനൊക്കെ തുടങ്ങിയത്, മറ്റെല്ലാ കുട്ടികളെയും പോലെ തന്നെ. അപ്പം ചില കാര്യങ്ങൾ, നമ്മുടെ ചില വിളികൾ, ചില ആക്ഷൻസ്, പാട്ടിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് കാണുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നും. ഒപ്പം തന്നെ നമ്മൾ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് അത് പഠിച്ചെടുക്കുന്ന കാണുമ്പോഴും ഈ സന്തോഷം തോന്നും. അതോടൊപ്പം തന്നെ ഞാനിങ്ങനെ അത്ഭുതത്തോടെ ആലോചിക്കാറുണ്ട്, എന്തൊരു ശ്രദ്ധയല്ലേ കുട്ടികൾക്ക്. ഈ ശ്രദ്ധയൊക്കെ ഭാവിയിലും കണ്ടാൽ മതിയായിരുന്നു. എന്തായാലും ഇവളുടെ ചില കുട്ടിക്കുറുമ്പുകളൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അമ്മ തൊട്ടനെ ഇങ്ങനെ ഒക്കനെ വാവു പാടിയാ. Johnny, Johnny, yes, Papa. Eating sugar? No, Papa. Telling lies? No, Papa. Open your mouth. കാക്കത്തൊള്ളായിരം കാക്കകൾ ചേർന്ന് കൈകൊട്ടി പാടുന്നു. ഏതാ പാട്ടേതാ? കാക്ക കയ്യനെ ഇങ്ങനെ. അമ്മയുടെ സ്വത്താരാ? അമ്മ സ്വത്താരാ? ആരാ അമ്മയുടെ മുത്ത്? അയ്യോ, അമ്മ സ്വത്തിനെ കാണാനിയ്യാലോ. കത്താവേ, അന്റെ സ്വത്തിനെ കണ്ടു. അന്റെ സ്വത്തിനെ കാണാന്, അന്റെ സ്വത്തുണ്ടെങ്കിലേ ഞാനേ അമ്മയുടെ പൊന്നാരാ ചോദിക്കുമ്പോ നാനാ നാനാന്ന് പറഞ്ഞേനെ. അമ്മയുടെ പൊന്നാരാ? അയ്യോ, അമ്മ സ്വത്തിനെ അമ്മയുടെ മുത്താരാ? ആരാ അമ്മയുടെ മുത്താരാ? ആരാ? പൂവാ പൂവാ, എങ്ങടാ പോണ്ടേ? പൂവാ 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 പൂവാ, നമുക്ക് ടാറ്റ പോവാം. ടാറ്റ ടാറ്റ പൊന്നി, ടാറ്റ നോക്കി, ടാറ്റ പൊന്നി, ടാറ്റ 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 ടാറ്റ. എവിടെ തല? മൂക്ക് മൂക്ക്, അമ്മ മൂക്ക് നോക്കട്ടെ, മൂക്ക്. വെരി ഗുഡ്. ഇതൊക്കെ കൈ കൊട്ടണ എങ്ങനെയാ? കൈ കൊട്ടണത് എങ്ങനെ? കൈ കൊട്ടണേ കാണിച്ച്. കൈ കൊട്ടണ എങ്ങനെയാ? ഹല്ലേലൂയ പയ്യനെ എങ്ങനെയാ? ഹല്ലേലൂയ. വെരി. ഇതൊക്കെ ചുമക്കണ എങ്ങനെയാ? എങ്ങനെ? എല്ലാരും എങ്ങനെ ചുമക്കണേ? ചുമക്കണ എങ്ങനെയാ? നോക്കിയേ, ചുമക്കണേ. ഓ ചുമ ചുമ. ഓ കുട്ടി ഡാൻസ് വെച്ചിന് കാണിച്ചു തന്നെ. ഡാൻസ് കളിക്കണേ. ഞാനോ ഡാൻസ് വെച്ചല്ലേ? ഡാൻസ് എങ്ങനെ കളിക്കണേ? കോയി ബബ്ബയോട് പഞ്ഞി അടി കിട്ടും. അടിയിട്ടുണ്ടോ? അവിടെ പഞ്ഞി നോക്കി നോക്കി, കോയി ബബ്ബ അവിടെ കേറി നിക്ക് നോക്കി. അടിയിട്ടുവേ. അടിയിട്ടുണ്ടോ? പേടിപ്പിച്ച് അടിയിട്ടുണ്ടോ? ശരിയാക്കുന്നു. കണ്ട ഞാൻ പറഞ്ഞത് ശരിയല്ലേ? CCTV ക്യാമറ പോലെയാണ് നീ കാണുന്നത് മുഴുവൻ ഒപ്പിയെടുക്കും. സൈക്കോളജിയിൽ പറയുന്നത് നമ്മൾ പണ്ട് പള്ളിക്കൂടത്തിൽ എഴുതുന്ന സ്ലേറ്റില്ലേ, അതുപോലെയാണ് ഈ പിള്ളേരുടെ മനസ്സെന്ന. നമ്മൾ എന്താണോ അതിനകത്ത് എഴുതി ചേർക്കുന്നത് അതുപോലെ ഇവരുടെ വ്യക്തിത്വം രൂപപ്പെട്ടു വരുന്നു എന്നാ. അതായത് നമ്മൾ റോൾ മോഡലാണ്. നമ്മളെ കണ്ടല്ലേ ഇവർ പഠിക്കുന്നത്. ഇല്ലെങ്കിൽ മൊട്ട ബോസൊക്കെ നാളെ സ്കൂളിൽ പോകുമ്പോഴേ വല്ല കുരുത്തക്കേടും കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഇതല്ലേ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വെച്ചേക്കുന്നത്. അതൊന്നും വേണ്ട, 2025 അല്ലേ, ഒന്ന് നന്നായേക്കാം. ഞാൻ എന്തായാലും നന്നാവാൻ തീരുമാനിച്ചു. അപ്പം ഈ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ? അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം. ടാറ്റാ.